ഹലോ ഗൈസ്, അപ്പം നമുക്കൊരു കുറച്ച് ദോശ ബാറ്റർ ഉണ്ട്. നമുക്ക് ദോശ ചൂടാ. ആക്ച്വലി എനിക്ക് ദോശ ഒന്നും വലിയ താല്പര്യമില്ല. ദോശയല്ല ഉണ്ടാക്കിയ താല്പര്യമില്ല. ഇവിടെ മൊത്തം വെള്ളം ഇപ്പം വരാം. സാൻഡ്വിച്ച് ഒക്കെ പറ്റുള്ളൂ അങ്ങനല്ല. എന്താ പറയപ്പോ ഒരു കംഫർട്ട് ഫുഡ് ഉണ്ടല്ലോ, പണ്ടേ നമ്മൾ കഴിച്ചിട്ട് വന്ന കംഫർട്ട് ഫുഡ്. ലൈക്ക് രാവിലെ തന്നെ റോട്ടി, ചോറ് ഞാൻ പണ്ടേ കഴിക്കില്ല. നിങ്ങളിപ്പോൾ തടിയൊക്കെ വിചാരിക്കോ പിന്നെ മറ്റേ ഇല്ല, ഞാൻ കഴിക്കലില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ദോശ റോട്ടി പിന്നെ രാത്രി ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കൂ, അങ്ങനത്തെ ഫുഡ് ഇവിടെ വന്നിട്ട് ഇവിടെ അല്ല. പിന്നെ എന്താണെന്ന് അറിയില്ല, ഒരു ലൈഫിൽ ഓരോ ചേഞ്ചസ് വന്ന സമയത്ത് കംഫർട്ട് ഫുഡെല്ലാം മാറി കിട്ടുന്നത് കഴിക്കലായി. ഓക്കെ, എന്താണോ കിട്ടുന്നത് അത് കഴിക്കാം. എനിക്ക് മാഗി ഒന്ന് രാവിലെ തന്നെ കഴിക്കുന്നത് ഇഷ്ടമേ അല്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ ഗതികേണ്ട് കഴിച്ചു പോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കൂ അത് പട്ടിണിയാണോ ദാരിദ്ര്യമാണോ? അങ്ങനെയല്ല. രാവിലെ തന്നെ എണീച്ച് വന്നിട്ട് ദോശ ചൂടാ റോട്ടി ചൂടാന്നെല്ലാം പറയുന്നത് എൻ്റെ ഉമ്മാന എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഞാൻ ചിലപ്പോൾ നമസ്കരിക്കാറുണ്ട്. ലൈക്ക് അവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് പിടിച്ച് മുത്ത കൊടുക്കണം. ആ കിടക്കിൽ ഞാനൊക്കെ. പക്ഷെ ഇപ്പം നന്നായിട്ടോ, ഇപ്പം രാവിലെ എണീച്ച് ഫുഡ് ഉണ്ടാക്കും, പിന്നെ രാത്രി ഉണ്ടാക്കും. ഈ ദോശ കാണുമ്പോൾ നിങ്ങൾ കഴിക്കിട്ട് ദോശ ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് ഒരടിക്കും അറിയില്ല, വെറുതെ ഈ വായ വർത്താനം അങ്ങനെയൊന്നല്ല. ഇതിപ്പോൾ എന്തോ ഒരു ഓയിൽ എന്തോ നേരത്തെ ഓയിലിൻ്റെ ബാക്കിയോ എന്നാ ഞാൻ സ്റ്റൗ കുറച്ച് വെച്ചോണ്ട് അതങ്ങനെ ആയതാണ്. എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. നമ്മൾ ആ ഒരു സമയത്ത് എന്താണോ ബാക്കിയുള്ളവർ ചെയ്യുന്നത് ആ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ജഡ്ജ് ചെയ്യുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. എനിക്ക് എന്നോട് എന്താ പറയാനുള്ളതാണ് അതൊക്കെ. നിങ്ങളേക്ക് ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഇവിടെ ഇപ്പോൾ ആരുമില്ല, ജെസ്സിയിൽ ആരുമില്ല, ഞാൻ ഒറ്റക്കുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ സംസാരിച്ച് ഞാൻ തന്നെ കണ്ടക്റ്റാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ജീവിതത്തിൽ. ഇപ്പം എനിക്ക് പണി കിട്ടി ഞാൻ ഇങ്ങനെ പറയാനൊന്നും ഞാൻ ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ എന്നെ മിസ് ചെയ്യും. പണി കിട്ടണം. ഞാൻ വിചാരിക്കുന്നത് ദോശയും മുട്ട കറി ഉണ്ടാക്കാനാണ്. മുട്ട കറിയല്ല, മുട്ട പൊരിച്ചത്. എന്താ വെച്ചാൽ കുറേ പാത്രങ്ങളുണ്ട്. വായിക്കാൻ തന്നെ വീട്ടിൽ ഞാനോ ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടാണ്. ഇനിയും പാത്രങ്ങൾ കുന്നുകൂടി ഇതൊരു ടാസ്ക് ആക്കാൻ, ഡെയിലി ടാസ്ക് ആക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. സോ ഇതിൻ്റെ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ദോശയും മുട്ട ഓംലേറ്റും ഇത്ര ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം ഒന്നുകൂടെ. അപ്പോൾ നിങ്ങൾ കേൾക്കുക എന്താ ഞാൻ ഈ 10 മിനിറ്റിന് വീഡിയോ ആര് കാണും? കാണുന്നില്ലല്ലോ, കാണാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ അതിന് മാത്രമുള്ള വലിയ സെലിബ്രിറ്റി അല്ലല്ലോ. സോ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് വരാം. ബൈ ബൈ. അപ്പം ഞാൻ ബ്രെഡ് ഓംലേറ്റും ബ്രെഡ് ഓംലേറ്റ് അല്ല, ദോശയും ഓംലേറ്റ് കഴിക്കാൻ പോണ ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ.